നിങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി കുറച്ച് അധികവും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അത് കൊടുക്കുന്ന സമയത്ത് സെയ്ദ് ഇബ്നു സഅന ചോദിക്കുന്നുണ്ട്, എന്താണിത് കുറച്ച് അധികം ഉണ്ടല്ലോ, 80 മിസ്കാലല്ലേ ഞാൻ തന്നിട്ടുള്ളൂ, ഇത് അധികമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം സെയ്ദ് ഇബ്നു സഅന ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് സെയ്ദ് ഇബ്നു സഅന തന്നെ പറയുന്നുണ്ട്, ഞാനിത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം തൗറാത്തിലും ഇൻജീലിലൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ആ നേതാവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാത്ത സഹിഷ്ണുതയുള്ള സഹനമുള്ള ആളാണ് എന്നുകൂടെ ഞാൻ ആ വേദഗ്രന്ഥങ്ങളിൽ കണ്ടിരുന്നു. അത് ഈ നേതാവിലുണ്ടോ എന്ന് എനിക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രൂപത്തിലെല്ലാം ചെയ്തത്. വലിയ സഹിഷ്ണുതയുടെ ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. ഈ ഒരു സ്വഭാവം ഈ മഹാന്മാരൊക്കെ അവരുടെ പ്രബോധന മണ്ഡലങ്ങളിൽ കാണിച്ചതുകൊണ്ടാണ് ഇത്രമേൽ ആളുകൾ ഇവരെ ഇന്നും ചേർത്ത് പിടിക്കുന്നത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 150 വർഷം അഥവാ 1.5 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ മഹാന്മാരാണ്. മമ്പുറന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ആളുകളാണ്. അപ്പൊ ഇന്നത്തെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എല്ലാ നാനാജാതി മതക്കാരും അവരുടെ മാതാപിതാക്കളിലൂടെ പരമ്പരകളിലൂടെ അറിഞ്ഞതാണ് ഈ മഹത്വം. അത് ഇനിയും വർഷങ്ങളോളം, ഇനിയും ഈ ലോകം എത്ര വർഷം നിലനിൽക്കുമോ അത്രത്തോളം വർഷം ഇവിടെ ഈ രൂപത്തിലുള്ള ആളുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്നതുമാണ്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ഒരു ജീവിതം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നോ, അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നോ, അത്രത്തോളം നമുക്ക് സമൂഹത്തിൽ ഓളം സൃഷ്ടിക്കാൻ കഴിയും, സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ്.